വയനാട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ മുണ്ടക്കൈയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ്, അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. മുണ്ടക്കൈ പുഞ്ചിരിമറ്റത്തെ പുഴ ഒഴുകി വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. ഈ വെള്ളം ഒഴുകിയെത്തുന്നത് ചാലിയാറിലേക്കാണ്. സൂചിപ്പാറ വെള്ളച്ചാട്ടം വഴി ഈ വെള്ളം ചാലിയാറിലേക്ക് എത്തി മലപ്പുറം ജില്ലയിലൂടെ കോഴിക്കോട് ജില്ലയിലേക്ക് ഒഴുകിയെത്തേണ്ട വെള്ളമാണ്. കനത്ത മഴയിലാണ് ഇത്രയും കുത്തിയൊലിച്ച വെള്ളം ഈ പുഴയിലൂടെ വരുന്നത്. ഈ ഞാൻ നിൽക്കുന്ന പുഞ്ചിരിമട്ടം പാലത്തിന് മുകളിലൂടെയാണ് രാവിലെ പുഴ ഒഴുകിയത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ പുഞ്ചിരിമട്ടം മേഖലയിൽ എസ്റ്റേറ്റ് തൊഴിലാളികളും കുറച്ച് വീടുകളുമൊക്കെയാണുള്ളത്. അവിടെയുള്ള ആളുകളെ മുൻകരുതൽ എന്ന നിലയിൽ ഇന്ന് പുലർച്ചെ തന്നെ ഒഴിപ്പിച്ചിരുന്നു. പഞ്ചായത്ത് അധികൃതരും റവന്യൂ അധികൃതരും ഒക്കെ ഇടപെട്ട് ഒഴിപ്പിച്ചതാണ്. ഇന്നലെ തൊട്ടുള്ള സ്ഥിതി, ഇന്നലെ തൊട്ട് 3 മണിക്ക് തുടങ്ങിയ രാത്രി 3 മണിക്ക് തുടങ്ങിയിട്ട് ഈ മഴ വിട്ടില്ല. 3 മണിക്കൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പായാണ്. അപ്പോഴാണ് ഈ ഉരുളുപൊട്ടി വന്നത്. ഈ മരമൊക്കെ വന്നത് ഇവിടുന്നാണ്. അത് ആ കിടക്കുന്ന മരമൊക്കെ ഇവിടെയാണ്, ഇവിടുന്ന് വന്നാണ്. മാറി താമസിച്ച് സ്കൂളിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകണം. രാവിലെ ഭയങ്കര ഇതൊക്കെ മൂടിയിരുന്നു. ഈ പാലൊക്കെ മൂടിയിട്ടാണ് വെള്ളം വന്നത്. അവർ രാത്രി വന്ന് വിളിച്ചു, അല്ല രാവിലെ വന്ന് വിളിച്ചു. പിന്നെ പഞ്ചായത്തിൽ നിന്ന് ആൾ വന്നു, പോകാൻ പറഞ്ഞു. അപ്പോൾ ഇറങ്ങിയതാണ്. തുണി ഡ്രസ്സൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപകടമുണ്ട്. ഇനി പൊട്ടാണ്ട് സംഗതി. മുകളിൽ ഇപ്പോൾ ഒരു ഭാഗം പൊട്ടി വന്നിട്ടുള്ളൂ. ഇനി പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. എന്താണെങ്കിലും ഇപ്പോൾ ഈ ഭാഗത്ത് ആളുകൾ താമസിക്കുന്നില്ല. എല്ലാവരെയും അംഗനവാടിയിലേക്കും സ്കൂളുകളിലേക്കും ഒക്കെ മാറ്റിയിട്ടുണ്ട്. പക്ഷേ പുഴയിലെ കുത്തൊഴുക്ക്, ശക്തമായ കുത്തൊഴുക്ക് തന്നെയാണ്. പാലത്തിന് മുകളിലൂടെ ഒഴുകിയിരുന്ന പുഴയിൽ അല്പം വെള്ളം കുറഞ്ഞിട്ടുണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷം മഴ കുറഞ്ഞത് കൊണ്ടാണ് എന്നാണ് ആളുകൾ പറയുന്നത്. എന്തായാലും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണ് മുണ്ടക്കൈ മേഖലയിലുള്ളത്. കനത്ത മഴ ഇനിയും തുടർന്നാൽ ഉരുൾപൊട്ടലോ അല്ലെങ്കിൽ മണ്ണിടിച്ചിലിനൊക്കെയുള്ള സാധ്യതയുണ്ട് എന്നാണ് ആളുകൾ പറയുന്നത്. 2019 പുത്തുമല ദുരന്തത്തിന് ശേഷം 2020 മഴക്കാലത്താണ് വലിയ രീതിയിൽ ഈ സ്ഥലത്ത് പുഞ്ചിരിമറ്റത്ത് ഉരുൾപൊട്ടലുണ്ടായത്. അന്ന് പക്ഷേ ജില്ലാ ഭരണകൂടം മുൻകരുതൽ എന്ന നിലയിൽ ആളുകളെ മുഴുവൻ മാറ്റിയിരുന്നു. ഈ പാലത്തിന് ഇക്കരയ്ക്ക് എല്ലാവരെയും മാറ്റിയത് കൊണ്ടാണ് അന്ന് ദുരന്തം ഉണ്ടാകാതിരുന്നത്. പക്ഷേ ഒരുപാട് വീടുകളൊക്കെ അന്ന് ഒലിച്ചു പോയിരുന്നു. എന്തായാലും ഇത്തവണയും എല്ലാ മുൻകരുതലുകളും സ്വീകരിച്ചിട്ടുണ്ട്, ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മുണ്ടക്കൈ മേഖലയിൽ ഇടവിട്ടുള്ള മഴ തുടരുകയാണ്. ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ, മാതൃഭൂമി ന്യൂസ്, വയനാട്. you.